ഹായ് ഫ്രണ്ട്സ്, +2 ബയോളജിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ കണ്ടു. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ എന്ന ഇവൻ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. അവിടെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഓവ്യൂളിലേക്കുള്ള എൻട്രിയെക്കുറിച്ചും അതിനുശേഷം നടക്കുന്ന ഫെർട്ടിലൈസേഷനെ കുറിച്ചും ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവൻസിനെ, അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിലെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അല്ലേ. സൈഗോട്ടിൽ നിന്നും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ ആയി മാറാൻ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒവ്യൂള് സീഡായിട്ടും അതുപോലെ തന്നെ ഓവറി ഫ്രൂട്ടായിട്ടും മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ചേഞ്ചസ് നടക്കുന്നതിനെക്കുറിച്ചും അതുപോലെ സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലേ. മെയിൽ ഗമേറ്റിൻ്റെയും ഫീമെയിൽ ഗമേറ്റിൻ്റെയും അല്ലെങ്കിൽ എഗ്ഗിൻ്റെയും ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. നമുക്കറിയാം സൈഗോട്ട് എന്താണ്. സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ് അല്ലേ. സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. ഈ സൈഗോട്ടിൽ ആദ്യം ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട്, ട്രാൻസ്വേഴ്സ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ എന്ന് പറയുക. ഇതാണ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ. അപ്പോൾ സൈഗോട്ടിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് മൈക്രോപൈലാർ എൻഡിൽ ഒരു ലാർജ് സെല്ലും അതുപോലെ ചലാസൽ എൻഡിൽ ഒരു സ്മോൾ സെല്ലുമായി മാറുന്നു. 2 സെൽഡ് കണ്ടീഷനിലുള്ള സൈഗോട്ടായി മാറുന്നു അല്ലേ. സൈഗോട്ടാണിത്. ഇത് എന്താണ്, ലാർജ് സെല്ലാണ് അല്ലേ. എവിടെയാണുള്ളത് ലാർജ് സെല്ലുള്ളത്? മൈക്രോപൈലാർ എൻഡിലാണുള്ളത്. അതുപോലെ ഇതെന്താണ്, സ്മോൾ സെല്ലാണ്. ഇതെവിടെയാണുള്ളത്? ഇതുള്ളത് ചലാസൽ എൻഡിലാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ചലാസൽ എൻഡും മൈക്രോപൈലാർ എൻഡൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൈക്രോപൈലാർ എൻഡിലുള്ള ലാർജ് സെല്ലും അതുപോലെ ചലാസൽ എൻഡിലുള്ള സ്മോൾ സെല്ലും എന്നീ 2 സെല്ലുകളായിട്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ട്രാൻസ്വേഴ്സ് ഡിവിഷനാണ് ആദ്യം നടക്കുന്നത്. ഇനി ഇത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈ ലാർജ് സെല്ല്, മൈക്രോപൈലാർ എൻഡിലുള്ള ലാർജ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സസ്പെൻസർ സെൽസ് ഫോം ചെയ്യുന്നു. അതിൽ ബേസിലുള്ള, ലാർജ് സെല്ലിൻ്റെ ബേസിലുള്ള ഒരു സെല്ല് അത് സ്വെല്ല് ചെയ്തിട്ട് വലുതായി വന്നിട്ട് അതൊരു പ്രത്യേക സെല്ലായി മാറുന്നു. അതിനെ നമ്മൾ ഹോസ്റ്റോറിയൽ സെൽ എന്നാണ് പറയുന്നത്. ഹോസ്റ്റോറിയൽ സെല്ല്. അപ്പോൾ ഇതെന്താണ്, സസ്പെൻസർ സെൽസ് അല്ലേ. സസ്പെൻസർ സെൽസ് ആണ്. ഇതെന്താണ്, ഹോസ്റ്റോറിയൽ സെല്ലാണ്. ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ലാർജ് സെല്ലിൽ നിന്നും സസ്പെൻസർ സെൽസും അതുപോലെ ഹോസ്റ്റോറിയൽ സെല്ലും ഫോം ചെയ്യുന്നു. ഇനി സ്മോൾ സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് നടക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു. ആരാണ് ഫോം ചെയ്യുന്നത്? ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു. എവിടെ നിന്ന്? സ്മോൾ സെല്ല് അറ്റ് ദി ചലാസൽ എൻഡ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈഗോട്ട് സിംഗിൾ സെല്ലാണ്. സൈഗോട്ടിൽ ഡിവിഷൻ നടന്നിട്ട് ഒരു വലിയ ലാർജ് സെല്ല്, അതായത് മൈക്രോപൈലാർ എൻഡിലുള്ള ലാർജ് സെല്ലും ചലാസൽ എൻഡിലുള്ള സ്മോൾ സെല്ലുമായി മാറുന്നു. ഈ സ്മോൾ സെല്ലിൽ വീണ്ടും ലോഞ്ചിറ്റ്യൂഡൽ ഡിവിഷൻ നടന്നിട്ട് പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു. അതുപോലെ ലാർജ് സെല്ലിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് സസ്പെൻസർ ഫോം ചെയ്യുന്നു. അതിൽ സസ്പെൻസർ സെൽസും ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റോറിയൽ സെല്ലും ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് സൈഗോട്ടിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ സൈഗോട്ടിൽ ആദ്യമായി ലാർജ് ബേസൽ സെൽ അറ്റ് മൈക്രോപൈലാർ എൻഡ് അല്ലേ, അതുപോലെ സ്മോൾ സെൽ അറ്റ് ദി ചലാസൽ എൻഡ്, അതിൻ്റെ ഡിവിഷനും നമ്മൾ കണ്ടു. ഇനി ലാർജ് ബേസൽ സെൽ at the micropylar end become hostorial cell. Other cells form a long suspensor which helps in pushing embryo into the endosperm അല്ലേ. നമുക്കറിയാം എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലുള്ള എവിടെയാണ് സൈഗോട്ട് ഫോം ചെയ്തിട്ടുള്ളത്? എഗ്ഗ് സെല്ലുള്ളത് എവിടെയാണ്? എഗ്ഗ് സെല്ലുള്ളത് മൈക്രോപൈലാർ എൻഡിലാണുള്ളത് അല്ലേ.
അതുകൊണ്ട് തന്നെ സൈഗോട്ട് എവിടെ ആയിരിക്കും ഫോം ചെയ്യുക? ഫ്യൂഷൻ നടന്നിട്ട് മെയിൽ ഗമേറ്റുമായി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഏകദേശം മൈക്രോപൈലാർ എൻഡിലാണ് ആര് ഫോം ചെയ്യുക? സൈഗോട്ട് ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ ഈ സൈഗോട്ടിനെ എൻഡോസ്പെം എവിടെയാണുള്ളത്? എബൌട്ട് സെൻറ്ററിലാണുള്ളത് അല്ലേ. സെൻറ്ററിലേക്കാണ് എൻഡോസ്പെം ഉള്ളത്. അപ്പോൾ ഈ സൈഗോട്ടിനെ സെൻറ്ററിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആര് നിർവഹിക്കുന്നത്? ലോങ് സസ്പെൻസർ സെല്ല് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള സസ്പെൻസറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഗോട്ടിനെ സെൻറ്ററിലേക്ക്, അതായത് എൻഡോസ്പെമിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സസ്പെൻസർ സെല്ല് ഫോം ചെയ്തതിൻ്റെ ശേഷം എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ ഒരു ഹോസ്റ്റോറിയൽ സെല്ലുണ്ട്, അതുപോലെ സസ്പെൻസർ സെൽസ് ഉണ്ട് അല്ലേ, അതുപോലെ ഇവിടെ എന്തുണ്ട്? ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഉണ്ട്. ഈ രൂപത്തിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ എൻഡോസ്പെമിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതാണ് സസ്പെൻസറിൻ്റെ ഡ്യൂട്ടി. ഇനി സ്മോൾ സെൽ അറ്റ് ദി ചലാസൽ എൻഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടന്നിട്ട് ഗ്ലോബുലാർ എംബ്രിയോ ഫോം ചെയ്യും. അത് നമ്മൾ കണ്ടു അല്ലേ. ഗ്ലോബുലാർ എംബ്രിയോ ഫോം ചെയ്യും. ചലാസൽ എൻഡിലെ സ്മോൾ സെല്ലിൽ അല്ലെങ്കിൽ ടെർമിനൽ സെല്ലിൽ ഡിവിഷൻസ് നടന്നിട്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടന്നിട്ട് ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഫോം ചെയ്യും. ദ സെൽ സിറ്റുവേറ്റഡ് അറ്റ് ദി ടെർമിനൽ എൻഡ് ഓഫ് സസ്പെൻസർ ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഈസ് കാൾഡ് ഹൈപ്പോഫൈസിസ്. ഹൈപ്പോഫൈസിസ് ഗീവ്സ് റൈസ് ടു റൂട്ട് മെരിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു ലാർജ് സെല്ലിൽ നിന്നും സസ്പെൻസർ ഫോം ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. സസ്പെൻസർ ഫോം ചെയ്തു. ഇനി സ്മോൾ സെല്ലിൽ നിന്ന് ആരും ഫോം ചെയ്തു? ഗ്ലോബുലാർ പ്രോ എംബ്രിയോയും ഫോം ചെയ്തു അല്ലേ. ഇനി ഈ സെല്ല്, അതായത് സസ്പെൻസറിൻ്റെ സെല്ലാണിത് അല്ലേ. സസ്പെൻസറിൻ്റെ സെല്ലാണ്, ഗ്ലോബുലാർ പ്രോ എംബ്രിയോയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സെല്ലാണ്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. എന്താണ്? ഹൈപ്പോഫൈസിസ്. അപ്പോൾ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്ലോബുലാർ പ്രോ എംബ്രിയോയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സസ്പെൻസർ സെല്ലിനെയാണ് നമ്മൾ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബുലാർ എംബ്രിയോ ഫോം ചെയ്തതിന് ശേഷം ഈ ഹൈപ്പോഫൈസിസിൽ നിന്നാണ് എന്ത് വരുന്നത്? റൂട്ട് മെരിസ്റ്റം വരുന്നത് ഇതിൽ നിന്നാണ്. അതുപോലെ റൂട്ടിൻ്റെ ഫോർമേഷനൊക്കെ പിന്നീട് നടക്കുന്നത് ഈ ഹൈപ്പോഫൈസിസിൽ നിന്നാണ്. ഗ്ലോബുലാർ എംബ്രിയോയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സെല്ലിനെയാണ് നമ്മൾ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് റൂട്ട് ഉണ്ടായി വരുന്നത്. എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിലെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യമായിട്ട് സൈഗോട്ട് ഉണ്ട്. സൈഗോട്ട് സിംഗിൾ സെല്ലാണ്. പിന്നെന്തായി? ബേസൽ സെല്ലും അതുപോലെ ടെർമിനൽ സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. ബേസൽ സെല്ല് ലാർജാണ്, അതുപോലെ ടെർമിനൽ സെല്ല് ചലാസൽ എൻഡിലാണുള്ളത്, സ്മോൾ ആണ് അല്ലേ. ബേസൽ സെല്ല് മൈക്രോ പൈലാർ എൻഡിലാണ് ഉള്ളത്. ഇനി ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സസ്പെൻസറായി മാറി. അതുപോലെ ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട്, ബേസൽ സെല്ലിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ആണ്. ടെർമിനൽ സെല്ലിലുള്ള ഡിവിഷൻസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്. അങ്ങനെ ടെർമിനൽ സെല്ലിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടന്നിട്ട് പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു. അതുപോലെ ലാർജ് ബേസൽ സെല്ലിൽ ഡിവിഷൻസ് നടന്നിട്ട് സസ്പെൻസർ ഫോം ചെയ്യുന്നു അല്ലേ. ഈ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇതിനാണ് നമ്മൾ ഹോസ്റ്റോറിയൽ സെൽ എന്ന് വിളിച്ചത് അല്ലേ. ഹോസ്റ്റോറിയൽ സെൽ എന്ന് വിളിച്ചത് ഇതിനെയാണ്. അതുപോലെ ഇതാണ് സസ്പെൻസർ സെൽസ്, ഇതാണ് നമ്മുടെ എംബ്രിയോ അല്ലേ. ഇനി ഈ എംബ്രിയോൻ്റെ വളർച്ച, എംബ്രിയോ ഇങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് ഗ്ലോബുലാർ ഷേപ്പിൽ വരുന്നു അല്ലേ. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഗ്ലോബുലാർ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. എംബ്രിയോയിൽ വീണ്ടും ഡിവിഷൻ നടന്നിട്ട് അത് ഹേർട്ട് ഷേപ്പ്ഡായി മാറുന്നു അല്ലേ. ഹേർട്ട് ഷേപ്പ്ഡായി മാറുന്നു. അതിനാണ് നമ്മൾ ഹേർട്ട് സ്റ്റേജ്, എംബ്രിയോയുടെ ഹേർട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ടോർപിഡോ സ്റ്റേജ്, 2 കോട്ടിലിഡൻസ് ഉള്ള ടോർപിഡോ സ്റ്റേജിലുള്ള പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ ആയി മാറുന്നു അല്ലേ. ഇതാണ് ഈ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങൾ. ദ സൈഗോട്ട് ഗീവ്സ് റൈസ് ടു പ്രോ എംബ്രിയോ. സൈഗോട്ട് ആദ്യം ഡിവിഷൻ നടന്നിട്ട് പ്രോ എംബ്രിയോ ആയി മാറുന്നു. പിന്നീട് അത് ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറുന്നു. ദെൻ ഹേർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ആയി മാറുന്നു. എ ടിപ്പിക്കൽ ഡൈക്കോട്ടിലിഡൻസ് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ് അല്ലേ. ഒരു എംബ്രിയോണൽ ആക്സിസും ഉണ്ടാവും, അതുപോലെ തന്നെ 2 കോട്ടിലിഡൻസും ഉണ്ടാവും. എവിടെ? ടിപ്പിക്കൽ എംബ്രിയോയിൽ. എ ടിപ്പിക്കൽ ഡൈക്കോട്ടിലിഡൻസ് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. ഈ എംബ്രിയോണൽ ആക്സിസിൽ അറ്റാച്ച് ചെയ്ത രൂപത്തിലാണ് ആരുണ്ടാവുക? 2 കോട്ടിലിഡൻസ് ഉണ്ടാവുക. The portion of embryonal axis above the level of cotyledons is the epicotyle
വിച്ച് ടെർമിനേറ്റ്സ് വിത്ത് പ്ലിമ്യൂൾ ഓർ സ്റ്റെം ടിപ്പ്. അതായത് ഇത് നമ്മൾ എംബ്രിയോണൽ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇവിടെയാണ് കോട്ടിലിഡൻസ് ഉള്ളതെങ്കിൽ ഈ കോട്ടിലിഡൻസിൻ്റെ അറ്റാച്ച്മെൻറ്റിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. കോട്ടിലിഡൻസിൻ്റെ അറ്റാച്ച്മെൻറ്റിൻ്റെ മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയുക അല്ലേ. വിച്ച് ടെർമിനേറ്റ്സ് വിത്ത് പ്ലിമ്യൂൾ ഓർ സ്റ്റെം ടിപ്പ്. ഇതിൻ്റെ അവസാനത്തിലുള്ള ഭാഗത്തെയാണ് നമ്മൾ പ്ലിമ്യൂൾ എന്ന് പറയുക. ഈ ഭാഗത്തു നിന്നാണ് എന്തുണ്ടായി വരിക, സ്റ്റെം എറൈസ് ചെയ്യുക അല്ലേ. സ്റ്റെം എറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലെവലിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ ടിപ്പിലുള്ള ഭാഗമാണ് പ്ലിമ്യൂള്. അവിടെ നിന്നാണ് എന്ത് വരുന്നത്, സ്റ്റെംസ് എറൈസ് ചെയ്ത് വരുന്നത്. സിലിണ്ടറിക്കൽ പോർഷൻ ബിലോ ദ കോട്ടിലിഡൻസ് ഈസ് ഹൈപ്പോകോട്ടൈൽ ദാറ്റ് ടെർമിനേറ്റ്സ് അറ്റ് ലോവർ എൻഡ് ഇൻ ദ റാഡിക്കൽ ഓർ റൂട്ട് ടിപ്പ്. ഇനി ഈ കോട്ടിലിഡൻസിൻ്റെ താഴെയുള്ള ഭാഗത്ത് സിലിണ്ടറിക്കൽ പോർഷൻ ബിലോ ദ കോട്ടിലിഡൻസ് ഈസ് കാൾഡ് ഹൈപ്പോകോട്ടൈൽ അല്ലേ. ഹൈപ്പോകോട്ടൈൽ എന്നാണ് പറയുക. ഇവിടെ നിന്നാണ് എന്തുണ്ടായി വരുന്നത്, റൂട്ട് ഉണ്ടായി വരുന്നത് അല്ലേ. അപ്പോൾ ദ റൂട്ട് ടിപ്പ് ഈസ് കവേർഡ് വിത്ത് എ റൂട്ട് ക്യാപ്പ്. ഇവിടെ റൂട്ട് ടിപ്പ് ഉണ്ട്, അത് റൂട്ട് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നു. എംബ്രിയോണൽ ആക്സിസിൻ്റെ മുകളിലുള്ള ഭാഗത്ത് നമ്മൾ എന്താ വിളിച്ചത്, എപ്പികോട്ടൈൽ എന്ന് വിളിച്ചു. അതിൻ്റെ ടിപ്പാണ് സ്റ്റെം ടിപ്പ് അല്ലേ, അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് സ്റ്റെം എറൈസ് ചെയ്യുന്നത്. അതുപോലെ എംബ്രിയോണൽ ആക്സിസിൻ്റെ താഴെയുള്ള ഭാഗത്ത് കോട്ടിലിഡൻസിൻ്റെ ലെവലിൻ്റെ താഴെയുള്ള ഭാഗത്ത് നമ്മൾ ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിച്ചു. അവിടെയാണ് റൂട്ട് ടിപ്പ് ഉള്ളത്. അതിനെ കവർ ചെയ്തിട്ടൊരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. അതിൽ നിന്നാണ് എന്ത് വരുന്നത്, റൂട്ട് എറൈസ് ചെയ്യുന്നത്.